ഹായ് ഹലോ ഗൈസ്, സംക്രമമാണ്. നമ്മുടെ ഇവിടെയൊക്കെ സംക്രമം ആഘോഷിക്കും. അപ്പോൾ അതിന് കുട്ടികൾക്ക് കയ്യിൽ മൈലാഞ്ചി ഇല അരച്ചിട്ടിടും. അതാണ്. അപ്പോൾ ഇതിന് മൈലാഞ്ചി ഇലയൊക്കെ വലിച്ചു വെച്ചിട്ടിട്ട് അപ്പോൾ അത് പൊതി കെട്ടണം എന്ന് പറഞ്ഞിട്ട് അക്കുനും അച്ചുനും പൊതി കെട്ടണം പറഞ്ഞിട്ട് കയ്യിൽ എൻ്റെ തേക്കിൻ്റെ ഇല വലിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് ഇതാ തേക്കിൻ്റെ ഇല. അപ്പോൾ അതിൽ നമുക്ക് വലിക്കാം മൈലാഞ്ചി ഇല. ഇനി ഇതിനെ അരയ്ക്കണം. കല്ലിലാണൊക്കെ അരയ്ക്കാറ്, പക്ഷെ ഇവിടെ കല്ലില്ല. അത് കാരണം ഇപ്പോൾ അമ്മയിൽ മിക്സിയിൽ അരച്ചിട്ടുണ്ട്. ഇനി ഇതാ മൈലാഞ്ചി നമുക്ക് ആദ്യം ഒരാൾക്ക് പൊതി കെട്ടാം. തേക്കിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് നമുക്ക് 2 തേക്കിൻ്റെ ഇല വെക്കണം. കാരണം ഒരെണ്ണം വെച്ചാൽ അത് ഓട്ടയാകും. എന്നാലും ഇത് 2 മാത്രമാണെങ്കിൽ ഓട്ടയാകും. എന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റായിട്ട് തേക്കിൻ്റെ ഇല വെച്ചിട്ട് അമ്മ അതിൻ്റെ മേലെ കൈ വെച്ചിട്ട് അതിലാണ് മൈലാഞ്ചി അരച്ചത് ഇങ്ങനെ അച്ചാക്കി വെക്കുക. അങ്ങനെ പറ്റിയില്ല അവിടെ കൈൻ്റെ വിരലിൻ്റെ ഇടയിലും ഇങ്ങനെ ആക്കിയിട്ടാണ് അങ്ങനെ വെക്കുക. പക്ഷെ അതിങ്ങനെ വെക്കുമ്പോൾ കുറേ സമയം ഇരിക്കണം. എനിക്ക് ക്ഷമ വേണം ഇരിക്കുക, എന്നാലേ അത് ചോക്കും. നമ്മൾ ട്യൂബാകുമ്പോൾ പെട്ടെന്ന് ചോക്കും, പക്ഷേ ഇതാകുമ്പോൾ വേഗം ചോക്കില്ല. എങ്കിലും ഇതാകുമ്പോൾ കെമിക്കലില്ലല്ലോ, നല്ലതല്ലേ. പ്രത്യേകിച്ച് നമ്മൾ സംക്രമത്തിന് പറയുമ്പോൾ ഇലയാണ് അരച്ച് തേക്കാറ്. പക്ഷെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇല നമുക്ക് പറ്റില്ല. അപ്പോൾ അവർക്കൊക്കെ ട്യൂബ് തന്നെ പറ്റുള്ളൂ. ഇവരിത്തിരി വളർന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഇവർക്ക് മൈലാഞ്ചി ഇലയാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആക്കിയതാ പൊതിഞ്ഞിട്ടുണ്ട്. വിരലൊക്കെ മടക്കി അതിൻ്റെ ഉള്ളിലൊക്കെ ആക്കി പൊതിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കറക്റ്റായിട്ടൊന്ന് പൊതിയണം. ഒന്നും എവിടെയും പോകാത്ത വിധത്തിൽ കറക്റ്റാക്കിയിട്ടൊന്ന് പൊതിഞ്ഞ് ആക്കണം. ഇല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശരിക്കും കറക്റ്റ് പൊതിയും പോലെ തന്നെ അങ്ങനെ മടക്കിയും കൊണ്ട് ആക്കുക. എന്നിട്ട് നമ്മൾ ഒരു നൂല് വെച്ചിട്ട് കെട്ടുകയാണ്. ഇല്ലെങ്കിൽ അത് ഇല ഇങ്ങനെ പോകുമല്ലോ. നൂല് വെച്ച് കെട്ടിയിട്ട് ഇനി അടുത്തത് അക്കുനാണ്. അക്കുൻ്റെയും കഴിയാൻ ഇതില്ലേ നേരത്തെ ആ ബ്ലാക്ക് കാണുന്ന ബിഗ് ബി ഇട്ടതിൻ്റെയാണ്. ശരിയായിട്ട് കറക്റ്റായിട്ട് അത് പോയിട്ടില്ല. നോക്കാതെ എങ്ങനെയാണെന്നുള്ളത് കൈ മുഴുവൻ ആക്കിയൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റാക്കിയൊക്കെ വയ്ക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇല വെച്ചിരിക്കുന്നതും തേക്കിൻ്റെ ഇല. എല്ലാവരും ഇങ്ങനെ തേക്കിൻ്റെ ഇലയാണ് എടുക്കണമെന്നുള്ളത് എനിക്കറിയില്ല. തേക്കിൻ്റെ ഇല എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു കവറും കൂടെ കെട്ടണം. ഇല്ലെങ്കിൽ അത് ഓട്ടയിൽ കൂടെ ഇവർ കൈ എന്തായാലും വെറുതെ ഇരിക്കില്ലല്ലോ. കൈ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കില്ലേ ഉള്ളിൽ വിരലുകൾ തമ്മിൽ. അപ്പോൾ അത് ഇല ഓട്ടയാകും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മേലെ ഈ ഇല വെച്ച് പൊതിഞ്ഞിട്ട് പിന്നെ മേലെ ഒരു കവർ വെച്ച് കെട്ടുകയും കൂടെ ചെയ്യണം. ഇവിടെ ഒക്കെ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് പൊതി ആക്കി കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അച്ഛന് ചെയ്ത പോലെ നൂല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇത്തിരി വലിയ ഇലയായ കാരണം കുറച്ചുകൂടെ അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട് ഇല. കാരണം ഒരിലത്ത് കുറച്ച് വലിയ ഇലയായിരുന്നു. പിന്നെ കവർ വെച്ചും കെട്ടി. അല്ലെങ്കിൽ അത് ഓട്ടയിൽ കൂടെ ചോറും പിന്നെ വെള്ളം വിട്ടിട്ടായിട്ട് വരാൻ തുടങ്ങും. അപ്പോഴേക്കും അച്ഛൻ്റെയും അതുപോലെ കെട്ടിയിട്ടുണ്ട്. ഒരു കവർ കൂടെ വെച്ചിട്ട് ആൾക്കൊക്കെ ഉറക്കം വരേണ്ടൊക്കെ കണ്ടീഷനായിട്ടുണ്ട്. ഇനി അടുത്ത കയ്യിൽ കുത്തിടാന്ന് വെച്ചിട്ട് കുത്തിടുകയാണ്. അച്ചുവിന് കുത്തിട്ടു, അക്കുവിനും അതുപോലെ തന്നെ കുത്തിടുക. ഒരു കയ്യിൽ പൊതിയും കെട്ടി ഒരു കയ്യിൽ കുത്തും. പിന്നെ കുഴപ്പമില്ലല്ലോ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. അച്ചു അപ്പോഴേക്കും ഇടയിൽ എത്രയോ ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ട് ആൾ തലയൊക്കെ മാന്തിയതായിരുന്നു. ചെവി ചൊറിഞ്ഞു, ആളുടെ കുളമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വേഗം കഴുകിയെടുത്തോള്. ഇതാണ് കളറ് കഴുകിയപ്പോൾ പക്ഷെ പോരായിരുന്നു ടൈം വെച്ചത്. ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് മതിയാക്കി. അക്കു കുറച്ചും കൂടെ ക്ഷമിച്ചിരിക്കുന്നുണ്ട്. ടൈം ഇപ്പോൾ 10 മണി. അക്കുനും മതിയായി. അവൾക്ക് ഉറക്കം വരാൻ തുടങ്ങി. അക്കുൻ്റെ എടുക്കാൻ തുടങ്ങി. കൈത്തെ ഒരു ഇൻഷലൊക്കെ വെച്ചതായിരുന്നു അക്കു എന്നുള്ളതിന് എന്നൊക്കെ. അക്കുൻ്റെ പിന്നെ എടുത്ത് കാലൊക്കെ ക്ഷമ കഴിഞ്ഞു. സമയം ഉറക്കത്തിൻ്റെ സമയമായില്ലേ. അതും നമ്മൾ സാധാരണ ഇരിക്കുകയാണെങ്കിൽ കയ്യും കാലൊക്കെ അനക്കിയിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയും ചെയ്യണ്ടേ. ക്ഷമ പോയി. അപ്പോൾ അത് മതിയാക്കി. എൻ്റെ അവർക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കൈ എൻ്റെ ചോന്നിട്ടുണ്ട്. അങ്ങനെ അവൾ കഴുകാൻ പോയിട്ടുണ്ട്. നമുക്കിനി കഴുകിയിട്ട് നോക്കാം കളർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അക്കുവിൻ്റെ അച്ഛനേക്കാളും കുറച്ചുകൂടെ ചോന്നിട്ടുണ്ട്. ഇത്രയും നേരം അവൾ കൂടുതൽ സമയം വെച്ചല്ലോ. അല്ലെങ്കിൽ വെളിച്ചെണ്ണയാക്കിയിട്ട് കൈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് ഇത് തീ കനലിൽ ഇങ്ങനെ കാണിക്കണം പറയില്ലേ, അതിൻ്റെ പകരം കൈ ചൂടാക്കുകയാണ്. എന്നിട്ട് ദോശ മണം വരുന്നല്ലേ പറയാറ്. മൈലാഞ്ചിട്ട് വെളിച്ചെണ്ണ തേച്ച് തീ കാണിച്ചാൽ ദോശ മണം. അപ്പോൾ ആക്കുകയാണ്. മണത്ത് നോക്കുന്നുണ്ട്. ദോശ മണം.
എന്ന് ഇങ്ങനെ കഴിഞ്ഞു ഫൈനൽ ലുക്കും മൈലാഞ്ചി ആക്കിയിട്ട്. എന്താ പൊതി അഴിച്ചു. അച്ചുവിൻ്റെയാണ് ആദ്യം പൊതി അഴിച്ചത്. ഇതിന് വേറൊരു പേരും കൂടെ പറയും മൈലാഞ്ചി പൂത്തിനെ. ഇതാ ഈ ബ്ലാക്ക് കാണുന്നതില്ലേ, ഇത് അവിടെ ബിഗ് ബി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒരാഴ്ച മുമ്പ്, അത് പോയിട്ടില്ല. അതിൻ്റെയാണ്. ഇനി അക്കുവിൻ്റെ കൂടെ നമുക്ക് പൊതി അഴിക്കാം. അവൾക്കും ഉറക്കത്തിൻ്റെ എത്തി. അവളുടെയും കൂടെ ഇനി പൊതി അഴിച്ചാൽ പിന്നെ കഴിഞ്ഞു. സമയമൊക്കെ 10 മണി കഴിഞ്ഞു. ഇതാ കളറാണ് അക്കുവിൻ്റെ. അച്ചുവിനേക്കാളും കുറച്ചുകൂടെ കളർ വന്നിട്ടുണ്ട്. പക്ഷെ ഇവളുടെയും കണ്ടില്ലേ കയ്യിൽ ആ ബ്ലാക്ക്, ഇതാണ് ബിഗ് ബിയുടെ. രണ്ടുപേരും ഒന്നിട്ടതായിരുന്നു. അതിൻ്റെയാണ് ആ ബിഗ് ബിയുടെ ആ ബ്ലാക്ക് കണ്ടത്. ഇതാ ഫൈനൽ ലുക്ക്. പക്ഷെ നല്ലോണം കുതിർന്നിട്ടുണ്ട് കൈ. ഇവൾ കുറച്ച് സമയം കൂടെ വെച്ചില്ലേ, അതിൻ്റെയാണ് അങ്ങനെ സ്കിന്ന് ചുരുണ്ട് നിൽക്കുന്നത്. നല്ലോണം ചുരുങ്ങിയതാ ഫൈനൽ ലുക്ക്. അങ്ങനെ സംക്രമം മൈലാഞ്ചി റെഡി.